പറയാ, സെക്സ് എഡ്യൂക്കേഷൻ വളരെ മോശമായിട്ടല്ലേ ഇപ്പോഴും പലവരും കാണുന്നത്. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, പിന്നെ എങ്ങനെയൊക്കെയാണ് മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു നമ്മുടെ സ്കൂളിൽ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ വരെ നമുക്കുണ്ട് ഈ കോണ്ടത്തിനെ കുറിച്ചിട്ടും ഇത് അതൊക്കെ എന്താ അൺവാണ്ടഡ് പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. ഇങ്ങനത്തെ ഒന്നും അബദ്ധത്തിൽ പോയി ചെന്ന് ചാടാതിരിക്കാനും കാര്യങ്ങൾക്കാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ഇതൊന്നും കേൾക്കാൻ ആൾക്കാർക്ക് റെഡിയല്ല. ചിലവർക്ക് പീരിയഡ്സ് എന്ന് പറയുന്നത് നാണക്കേടാണല്ലോ. ചിലവർക്ക് പീരിയഡ്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വലിയ വലിയ ആൾക്കാർ പറയുന്നത് കേട്ടു, സ്ത്രീകളുടെ അഭിമാനമാണ് പീരിയഡ്സ് എന്ന്. അല്ലെങ്കിൽ സ്ത്രീകളുടെ അഭിമാനമൊക്കെ ആവുന്ന പീരിയഡ്സ് ഒക്കെ, പീരിയഡ്സ് നമുക്ക് മന്ത്ലി വരുന്ന ഒരു കാര്യമാണ്. അത് പരസ്യമാക്കേണ്ടതല്ല, രഹസ്യമാക്കി വെക്കേണ്ടത്. അതൊരു മോശമല്ലേ? എന്തിന് പീരിയഡ്സ് ആവുന്ന ആൾക്കാർ അറിഞ്ഞോട്ടെ. നമ്മൾക്ക് പീരിയഡ്സ് ആവുന്ന ആൾക്കാർ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? എല്ലാ മാസവും സ്ത്രീകൾ എന്നാ പിന്നെ കല്യാണം കഴിക്കുന്നത് പോലും രഹസ്യമാക്കി വേണം. കാരണം കല്യാണം കഴിച്ച ആൾക്കാർ വിചാരിക്കൂലേ, അയ്യോ ഇനി ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, അത് കഴിഞ്ഞ് ഇവർക്ക് കുട്ടി ഉണ്ടാവും. നമുക്ക് മോശമല്ലേ? നമ്മുടെ സംസ്കാരം വെച്ചിട്ട് അതൊക്കെ പുറത്തു വരുന്ന മോശമല്ലേ? കുഞ്ഞ് മരിച്ചതേ നന്നായുള്ളൂ എന്ന് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നു. ഒരിക്കലും ഒരു അമ്മ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇത്രയും അനുഭവിക്കാൻ ആ കുഞ്ഞൊട്ടും ഇതല്ല, അതിനേക്കാൾ മുന്നേ പോയല്ലോ. ഞാൻ ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഉമ്മ എന്നുള്ളൊരു സ്ഥാനം എന്ത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഉമ്മക്ക് പകരം ഉമ്മ മാത്രം, വേറെ ഒരാൾക്ക് അത് പറ്റത്തില്ല. അത് പിന്നെ നമ്മളെ ജീവിതത്തിൽ ആര് വന്നു ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ. ഉമ്മാക്ക് ഞാനിങ്ങനെ ടെൻഷൻസ് എടുക്കുന്നുണ്ടോ, സങ്കടം എടുക്കുന്നതൊന്നും ഉമ്മാക്ക് പേടിയാണ്. എന്തൊക്കെ ലൈഫിൽ ഉണ്ടായിക്കോട്ടെ, പടച്ചോൻ സഹായിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ എന്നും ഇതുപോലൊരു ടീമായിട്ട് പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. നമുക്ക് മനുഷ്യന്മാർ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക, ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം അറ്റാച്ച്മെന്റ്സ് ആണ്. എനിക്ക് ഒരാളായിട്ടും അറ്റാച്ച്മെന്റ് എനിക്ക് പറ്റത്തില്ല, ഒരാളായിട്ടും പറ്റില്ല. അപ്പം എനിക്കിപ്പോൾ ആകെയുള്ളത് അംജുക്കാണ്. അപ്പോൾ അതിങ്ങനെ നിൽക്കട്ടെ എന്നുള്ളൂ. വേറെ ആരുടെയും എനിക്ക് വിശ്വാസം ഇല്ലാണ്ടല്ല, പക്ഷെ ഈ ആൾക്കാരൊന്നും നാളെ കൂടെ ഉണ്ടായിരിക്കില്ല. ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനില്ലാതെ ജീവിക്കാനേ പറ്റത്തില്ല. ആ ഒരു പോയിന്റിലെത്തും. നമുക്ക് ഒരാൾ മതി, ഒരേ ഒരാൾ നമുക്ക് ഏറ്റവും വിശ്വസിക്കാനും നമ്മളെ വിജയത്തിൽ സന്തോഷിക്കാനും കൈയടിക്കാനും നമ്മുടെ ഏറ്റവും മോശം സമയത്ത് നമ്മളെ ജഡ്ജ് ചെയ്യാണ്ട് കൂടെ നിൽക്കാന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിപ്പോൾ ഒരു ആണായിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ ഓപ്പോസിറ്റ് ജെൻഡർ ആരും ആയിക്കോട്ടെ, ഒരാളുണ്ടാവാന്നുള്ളത് അത് കിട്ടാനാണെങ്കിൽ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവനെ അറിയണ പോലെ ആർക്കും ഈ ലോകത്ത് ഇവനെ കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ ഇവളറിയണ പോലെ ഈ ലോകത്ത് ആർക്കും. മനുഷ്യന്മാരെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കത്ര എളുപ്പമൊന്നുമല്ല. നമുക്ക് ഒട്ടും നമുക്ക് മനുഷ്യന്മാര് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാ. ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് സ്ത്രീകളാണ് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. രണ്ടുപേരും സ്ത്രീകളും പുരുഷന്മാരും. നമ്മൾ എല്ലാരും പറയും സ്ത്രീകളാണ് കോംപ്ലിക്കേറ്റഡ്. അല്ല, സ്ത്രീകളും പുരുഷന്മാരും കോംപ്ലിക്കേറ്റഡാ. ആളുകൾക്കിടയിൽ ഒരു ചർച്ചയാവാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും സോഷ്യൽ മീഡിയക്ക് കഴിയും. അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടു, ഞാൻ ആരെയും അഡ്രസ് ചെയ്യുന്നുണ്ടാവില്ല, പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ ഒന്നും അഡ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇതിൽ കുറെ ട്രിഗർ ആയിട്ടുള്ള കമന്റ്സ് കാണാം. അതില് കുറെ പേര് കാണാം, ആണുങ്ങൾ നീ ഞങ്ങളല്ലേ ഉദ്ദേശിച്ചത്, അത് സ്ത്രീകൾ ഇങ്ങനെ. ഞാനല്ല സ്ത്രീയോ പുരുഷനല്ലേ ആക്കിയിട്ടില്ല. നമ്മളും അറിയില്ല, നമ്മളൊരു റീലിട്ടിട്ട് അത് നമ്മളെയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയണ ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങളുടെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടല്ലേ ഇട്ടത്. അല്ലാണ്ട് ഞാനിതിൽ ഇത് നിന്നെ കുറിച്ചിട്ടാണ് അവരെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ആ ഷൂസ് നിങ്ങൾക്ക് ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്കുള്ളത് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ കാര്യം. തമ്മിലടി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചുറ്റും എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് പറഞ്ഞേ പറ്റൂ, അങ്ങനെ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ആളാണോ അസ്ല? അത് ഞാൻ നോക്കാറുണ്ട്. അപ്പൊ എനിക്ക് എല്ലാ വിഷയത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല. കാരണം ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളോ അങ്ങനെ വ്ളോഗോ അല്ല. ഞാൻ എൻ്റെ കണ്ടന്റ്സ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ചില വിഷയങ്ങൾ എനിക്ക് ഒപ്പീനിയൻ പറയണം തോന്നും. അതില് ഒന്നായിരുന്നു ഇപ്പം സ്കൂളിൽ 3 days ലീവ് പീരീഡ്. അപ്പൊ എനിക്ക് അതിനെ പറ്റി എനിക്കത് ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അത് വന്ന സമയത്ത് കമന്റ് ബോക്സ് നിറയെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൺകുട്ടികൾക്ക് അത് എന്തിനിപ്പോ ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പെൺകുട്ടികളും എതിർത്തിട്ടുള്ളവരുണ്ട്. എന്തിന് പെൺകുട്ടി അങ്ങനെ എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് നമ്മുടെ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല, അത് ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനിയുള്ള കുട്ടികൾക്ക് അത് വരട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളിൽ തന്നെ അങ്ങനെ ഒരു സ്ത്രീകൾ തന്നെ പറയുന്നത്? ചിലവർക്ക് പീരിയഡ്സ് എന്ന് പറയുന്നത് നാണക്കേടാണല്ലോ. ചിലവർക്ക് പീരിയഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ വലിയ വലിയ ആൾക്കാർ പറയുന്നത് കേട്ടു,
സ്ത്രീകളുടെ അഭിമാനമാണ് പീരിയഡ്സ് എന്ന്. അതെങ്ങനെ സ്ത്രീകളുടെ അഭിമാനമൊക്കെ ആവുന്ന പീരിയഡ്സ്? ഒക്കെ പീരിയഡ്സ് നമുക്ക് മന്ത്ലി വരുന്ന ഒരു കാര്യമാണ്. അത് പരസ്യമാക്കേണ്ടതല്ല, രഹസ്യമാക്കി വെക്കേണ്ടത്. അതൊരു മോശമല്ലേ? എന്തിന് പീരിയഡ്സ് ആവുന്ന ആൾക്കാർ അറിഞ്ഞോട്ടെ. നമ്മൾക്ക് പീരിയഡ്സ് ആവുന്ന ആൾക്കാർ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? എല്ലാ മാസവും സ്ത്രീകൾ എന്നാ പിന്നെ കല്യാണം കഴിക്കുന്നത് പോലും രഹസ്യമാക്കി വേണം. കാരണം കല്യാണം കഴിച്ച ആൾക്കാർ വിചാരിക്കൂലേ, അയ്യോ ഇനി ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, അത് കഴിഞ്ഞ് ഇവർക്ക് കുട്ടി ഉണ്ടാവും. നമുക്ക് മോശമല്ലേ? നമ്മുടെ സംസ്കാരം വെച്ചിട്ട് അതൊക്കെ പുറത്തു വരുന്നത് മോശമല്ലേ? ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് എന്തിനു നാണിക്കണം? പെൺകുട്ടികൾക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. അത് സ്കൂളിലാണെങ്കിലും ഒക്കെ എനിക്ക് പീരിയഡ്സ് ആണ്, എനിക്ക് വയറുവേദനയാണ്, എനിക്ക് റെസ്റ്റ് വേണം, എനിക്ക് ഡേ വേണം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലവർക്ക് എനിക്ക് പെയിൻ ഇല്ലാന്ന് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിന് 3 ദിവസം അനങ്ങാൻ പറ്റാത്ത വേദനയായിരിക്കും. ഛർദി, വോമിറ്റിംഗ്, ബാക്ക് പെയിന്, ഒരു ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കും. ബ്ലീഡിങ് എക്സ്ട്രീം ആയിരിക്കും. ആ കുട്ടികൾക്കൊക്കെ ഒരു അറ്റൻഡൻസ് കിട്ടണ വലിയൊരു കാര്യമല്ലേ അതെന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ പെൺകുട്ടികളെ എതിർക്കണം, ഞങ്ങൾക്കൊക്കെ പീരിയഡ്സ് ആവുന്നു, അപ്പൊ ഞങ്ങളെ പോലെ പീരിയഡ്സ് ഇല്ലാത്തവർക്കോ ഞങ്ങൾക്ക് ഇക്വാലിറ്റി വേണം. ഞാൻ ഒരു കമന്റ് കണ്ടത്, ഒരു പെൺകുട്ടിയുടെ കമന്റാ, ഒരു ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന്. ഞങ്ങൾക്ക് ഇക്വാലിറ്റി വേണം, ഞങ്ങളെ പോലെ പീരിയഡ്സിന് വേനൊക്കെ ഇല്ലാത്ത കുട്ടികൾ ഞങ്ങൾക്കും. ഇത് മിസ്യൂസ് ചെയ്യേണ്ട ഒരു സാധനമല്ല. ഇത് ശരിക്കും 3 ദിവസം കമ്പൽസറി ലീവ് ഒന്നല്ല ഇതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പീരിയഡ്സ് ആണെങ്കിൽ ലീവ് എടുക്കാം. ഇതൊരു ഹോളിഡേ ആയിട്ടോ അല്ലെങ്കിൽ അടിച്ചു പൊള്ളിക്കാനോ ഉല്ലസിക്കാനോ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സാധനം അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ ഭയങ്കര സെൽഫിഷ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരും കൂടെ കേട്ടോ. ഞങ്ങൾക്കില്ലാത്തത് ഇവർക്കും പാടില്ല. അന്നത്തെ ഭയങ്കര സെൽഫിഷ്നെസ് ആണ്. ഈ ചിലപ്പോഴൊക്കെ പറയും ഈ ഒരു സ്ത്രീയെ തകർക്കാൻ ഒരു സ്ത്രീ കൊണ്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു സ്പേസിനെ മിസ്യൂസ് ആക്കുന്ന ആളുകളുണ്ട്. നമുക്ക് കിട്ടിയില്ലെന്ന ആർക്കും കിട്ടണ്ട എന്നൊരു ചിന്താഗതി ഉണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് സ്ത്രീ തന്നെ വില്ലത്തിയായിട്ട് മാറാറുണ്ടോ? അത് ഉറപ്പായിട്ടും. അതിപ്പോൾ സ്ത്രീക്ക് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലുമ്പോൾ നമുക്ക് നല്ലൊരു നമുക്ക് ഒരാൾ മതി. ഒരേ ഒരാൾ നമുക്ക് ഏറ്റവും വിശ്വസിക്കാനും നമ്മളെ വിജയത്തിൽ സന്തോഷിക്കാനും കൈയടിക്കാനും നമ്മുടെ ഏറ്റവും മോശം സമയത്ത് നമ്മളെ ജഡ്ജ് ചെയ്യാണ്ട് കൂടെ നിൽക്കാന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിപ്പോൾ ഒരു ആണായിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ ഓപ്പോസിറ്റ് ജെൻഡർ ആരോ ആയിക്കോട്ടെ ഒരാളുണ്ടാവാന്നുള്ളത് അത് കിട്ടാനാണെങ്കിൽ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര റെയറാണ്. അങ്ങനെ നമുക്കൊരു ഫ്രണ്ട് എന്ന് തന്നെ പറയാം, ഒരു പാർട്ട്ണറോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ത്രീക്ക് സ്ത്രീ ശത്രു എന്നുള്ള പോലെ അത് അങ്ങനെ ആയിരിക്കും. ഒരു പോയിന്റിലെത്തുമ്പോൾ എന്താ പറയുക, ഈവൻ എത്ര വലിയ ചിലപ്പോൾ കൂട്ടുകാരിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശത്രുവിൻ്റെ ബലമായിരിക്കും തരുന്നുണ്ടായിരിക്കുക. ശരിക്കും ഈ ഫാമിലിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അറിഞ്ഞ ഒരാളാണ് അസ്ലന്റെ പല സിറ്റുവേഷനിലും കട്ടൊക്കെ കൂടെ നിന്നത് ഫാമിലിയാണ്. ഈ നമ്മളെല്ലാവരും ഒരു സ്റ്റേജ് കഴിഞ്ഞ ഫാമിലിയുടെ ഒരു ചുറ്റും ഒരുപാട് സൗഹൃദം, നമ്മൾ ഫാമിലി ചിലപ്പോൾ മൈൻഡ് പോലെ ആക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. എന്നാൽ ഒരു ടൈം കഴിഞ്ഞാൽ ഫാമിലിയാണ് എല്ലാം എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എന്തായിരിക്കും അസ്ലൊക്കെ ഫാമിലി എന്ന് ചോദിക്കുകയാണെങ്കിൽ? എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ലോകമാണ്. എനിക്കെല്ലാമാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ പറഞ്ഞല്ലോ, അപ്പം നമുക്ക് ഫ്രണ്ട്സ് നമുക്ക് ഓരോ സ്റ്റേജിൽ ഓരോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, നല്ലവരും ഒക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് കാലമായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓരോ സ്റ്റേജിൽ നമുക്ക് ഓരോന്നാണ് അടിച്ചു പൊളിക്കാൻ, നമുക്കൊന്ന് ഫ്രണ്ട്സ് പാർട്ടി നടത്താൻ, ഗ്യാദർ ചെയ്യാൻ, ടൂർ പോവാൻ, ട്രിപ്പ് പോവാൻ, ഉല്ലസിക്കാൻ എല്ലായിടത്തേക്കും. അപ്പോൾ ഓരോ ഏജിൽ നമുക്കിങ്ങനെ ഫ്രണ്ട്സുകളും മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പണ്ട് ഭയങ്കര ഒരു പുതിയ ഫ്രണ്ടിനെ ഞാൻ ഉണ്ടാക്കി. ആദ്യത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ കട്ട ഫ്രണ്ട്സ്, നമുക്ക് അവർ എപ്പോഴും വിളിക്കുന്നത് നമ്മളെ ഇല്ലാതിരിക്കുന്നത്. കുറച്ച് അതിങ്ങനെ മാറിക്കേ നമ്മൾ രണ്ടുപേരും ലൈഫിൽ പുതിയ ഫ്രണ്ട്സ് വരും, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് മാറും, നമ്മുടെ ജീവിതം മാറും. പിന്നെ അതിങ്ങനെ പതുക്കെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്ഷിപ്പ് അവിടെ തന്നെ ഉണ്ടായിരിക്കും, പക്ഷേ ആ പണ്ടത്തതുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒന്നും മാറാത്ത ഒന്നായിരുന്നു ഫാമിലി. അന്നും ഇന്നും എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒന്നാണ് ഫാമിലി. അവിടെ നമ്മളുടെ ജീവിതത്തിൽ ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, എന്തൊക്കെ സാഹചര്യം ഉണ്ടായി ഒന്നുമില്ല, ഫാമിലി ഉണ്ടായിരിക്കും. നമ്മുടെ കുടുംബം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് എല്ലാ കുടുംബങ്ങളല്ല കേട്ടോ, നമുക്ക് നല്ലൊരു കുടുംബമാണ്, നമ്മൾ നല്ലൊരു അടിത്തറയിലുള്ളതാണ്, ബ്ലെസ്ഡ് ആണ് അങ്ങനെ ഒരു ഫാമിലി എന്നുണ്ടെങ്കിൽ ആ ഫാമിലിയാണ് ഏറ്റവും വലുത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതാ ഞാൻ പറഞ്ഞത്. എനിക്കൊരു കുഞ്ഞായതിനു ശേഷം മുമ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പോലെ എൻ്റെ ഫാമിലിനേക്കാൾ കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ UK ഉള്ള സമയത്ത് എൻ്റെ ഉമ്മ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഉമ്മയുടെ കോളൊന്നും എടുക്കത്തില്ല. ഉമ്മയുടെ ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ തിരക്കിലാണ് എന്നൊക്കെ ഞാൻ മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഗിൽറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഞാനൊരു ഉമ്മ അവൻ വേണ്ടി വെയിറ്റ് ചെയ്തോ, ഞാൻ അത്രയും വേണ്ടി വെയിറ്റ് ചെയ്ത് വന്നിരുന്നു ഒരു പാരൻസ് എന്ന ഈ ഫാമിലി എന്തെന്ന് മനസ്സിലാക്കാമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു.
അതൊക്കെ ടെമ്പററി ഹാപ്പിനെസ്സാണ്. ഓക്കെ, ഒരു ദിവസം അടിച്ചു പൊളിച്ചു കഴിഞ്ഞു, പിന്നെ പുതിയ ദിവസം വേറെ. പക്ഷെ ഇതാണ് നമുക്ക് എന്നും കൂടെ ചേർക്കാനും എന്നും ഇതാണ്. എനിക്ക് തോന്നുന്നു ഉമ്മ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ കാണുന്ന വീഡിയോസിലായാലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടാവും. ഒരു മോള് ജനിച്ചപ്പോൾ ഉമ്മയോട് എന്താ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമല്ലോ, ആസ് എ മദർ ആയി കഴിഞ്ഞാൽ നമ്മൾ അമ്മയോട്. ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും നടത്തിയിട്ടില്ല. ഞാൻ അന്നും ഇന്നും ഉമ്മാണ്ട് ഒരുപോലെയാണ്. ഞങ്ങൾ അടി ഉണ്ടാവാറുണ്ട്, ബഹളം ഉണ്ടാവാറുണ്ട്, പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, സ്നേഹം ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ ഒരു ടൈപ്പ് വെച്ചിട്ട് ഞാൻ എപ്പോഴും ഉമ്മാനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, സ്നേഹം എന്ന് പറഞ്ഞ ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഏറ്റവും വലുത്. ഉമ്മയും ഞാനും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യത്തിനുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഉമ്മ പറയുന്നതാണ് ശരിയായിട്ട് നടന്നേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഉമ്മ പറയുന്നതാണ് ശരി. അത് എനിക്കും അറിയാം. എന്നാലും ആദ്യമൊക്കെ പറയുമ്പോൾ ഞാൻ സമ്മതിച്ചൊന്നും കൊടുക്കില്ല. അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാട്ടോ. ഞാൻ ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഉമ്മ എന്നുള്ളൊരു സ്ഥാനം എന്ത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഉമ്മക്ക് പകരം ഉമ്മ മാത്രമേ, വേറെ ഒരാൾക്ക് അത് പറ്റത്തില്ല. അത് പിന്നെ നമ്മളെ ജീവിതത്തിൽ ആര് വന്നു ഉമ്മ പീക്കും വലുതായി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്നെക്കാൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്നത് ചിലപ്പോൾ അംജുക്കാണ്. പക്ഷെ അവളുടെ പപ്പ ഇപ്പൊ അംജുക്കാടെ സ്ഥാനം ഒരിക്കലും എനിക്കും കിട്ടത്തില്ല. അംജുക്കാ കൊടുക്കേണ്ടത് അംജുക്കാക്ക് മാത്രമേ അവൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് മാത്രം. അങ്ങനെ ഒരു റോളുണ്ട്. ഇപ്പൊ നമുക്കൊരു കോളേജ് തമ്മിൽ ഒരു സൗഹൃദ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജ്, നമ്മുടെ ഒരു ഏജിനനുസരിച്ച് നമ്മൾ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷെ കല്യാണത്തിനപ്പുറം നമുക്ക് അങ്ങനെ ആ സൗഹൃദം എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഗേൾ ആയിട്ട് അങ്ങോട്ട് മാറും. ഒരു കല്യാണം കഴിയുമ്പോൾ പെൺകുട്ടികളിൽ എന്തൊക്കെയാണ് ശരിക്കും മാറ്റം വരുന്നത്? അത് ബോധപൂർവ്വം നമ്മൾ അങ്ങ് മാറ്റി നിർത്തുന്നത്? അത് എനിക്ക് ശരിക്കും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഫ്രണ്ട്സും ഞാൻ കുറച്ചും കൂടി എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവുകയും കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ എനിക്ക് കല്യാണത്തിന് ശേഷം അങ്ങനെ അയക്കുന്നത്. പക്ഷെ പൊതുവേ അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ ഓരോ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഓരോ സാഹചര്യം മാറുന്നതനുസരിച്ച് നമ്മൾക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി കൂടുതൽ ഫാമിലി ആയിട്ടാവാം, ഇതാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു പോയിന്റിലെത്തും. അത് ഒരിക്കലും വന്നു കയറിയ പാർട്ട്ണറിൻ്റെയോ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ വീട്ടുകാരുടെയോ ഇതൊന്നും ആയിരിക്കില്ല. നമുക്കതായിരിക്കും കൂടുതൽ കംഫർട്ട് സോൺ. എനിക്കിപ്പോൾ ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എൻ്റെ വീട്ടിലും എൻ്റെ അമ്മച്ചിക്കാരുടെ മുന്നിലും മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് വേറെ എവിടെയും എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ സ്വഭാവങ്ങൾ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു മാസം എൻ്റെ കൂടെ ഫ്രണ്ട് ആയിരിക്കെങ്കിൽ നല്ല രസമായിരിക്കും. ചിലപ്പോൾ 2 മാസം കഴിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മോശം സൈഡും കാണാൻ തുടങ്ങും. എനിക്ക് എൻ്റേതായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരിക്കും, പരാതികൾ ഉണ്ടായിരിക്കും, വിഷമം. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ എപ്പോഴും നല്ലൊരു ഫേസ് മാത്രമല്ലോ. ഇത് വരുമ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് കാരണം ഫ്രണ്ട്സൊക്കെ നമ്മൾ എപ്പോഴും ഹാപ്പി അടിച്ചു പൊളിച്ച് അങ്ങനെ ഉണ്ടായിരിക്കും. കുറേ നമ്മളെ അങ്ങനെ ഉണ്ട് കേട്ടോ. എൻ്റെ സ്കൂളിൽ പഠിച്ച് തൊട്ടിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് എന്നെ അറിയാം. കാരണം അവർ ചെറുപ്പം തൊട്ടേ എന്നെ കാണുന്നതാ. ഓക്കെ, ഹില എന്നുള്ളത് ഇതാണ് എന്നുള്ളത് അറിയാം. അതല്ലാണ്ട് പെട്ടെന്ന് നമ്മളെ ലൈഫിൽ പുതിയവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. എനിക്ക് അങ്ങനെയാണ് മാറ്റം വന്നേക്കുന്നത്. കൂടുതൽ ഞാൻ ഫാമിലി ആയിട്ട് എന്ന് വെച്ചിട്ട് ഫ്രണ്ട്സ് തന്നെയാണ്. അതിൻ്റെ ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇത് കൂടെയുള്ള നമുക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പം ഡിപ്രഷൻ, ആൻസൈറ്റി, ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ വാക്കുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. പല സാഹചര്യത്തിൽ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരാളെങ്കിലും കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയുന്നതാണ്. എന്നാൽ അങ്ങനെ ഒരു ജെന്യുവനായിട്ടുള്ള ഒരാളെ നമുക്ക് കണ്ടുമുട്ടാനും പറ്റണില്ല. എല്ലാവരോടും എല്ലാം പറയാൻ പറ്റില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാന്ന് ഒരു വിഭാഗം പറയണു. ആളുകളുടെ ലൈഫിൽ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ ആരും വിശ്വസിക്കരുതെന്ന് പറയുന്നു. ഇതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് മറ്റൊരാൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുക, കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഞാൻ കല്യാണം കഴിക്കാൻ തന്നെ മെയിൻ കാര്യം ഇതാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരാളേക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് എപ്പോഴും ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോൾ കൂടെ അതൊന്നുമല്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ എനിക്ക് ആ ദിവസം അവസാനിക്കുമ്പോൾ എനിക്കിതെല്ലാം പറയാനെങ്കിലും ഒരാൾ എനിക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴും എന്നെ കേൾക്കാൻ, എന്നെ ലിസൺ ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ഞാൻ ബ്രേക്കപ്പ് എൻ്റെ ഡിഗ്രി സമയത്ത് ഇപ്പോൾ പ്രേമം ഉണ്ടാകുമ്പോൾ എനിക്കും ബ്രേക്കപ്പായി കുറേ കാലം ഒറ്റയ്ക്ക് സിംഗിളായി നടന്ന് എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഫ്രണ്ട്സിൻ്റെതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് എപ്പോഴും എന്നെ വിളിച്ചിരിക്കാൻ പറ്റും? ഇല്ല. എപ്പോഴും എന്നോട് വിശേഷം പറയാൻ പറ്റും? ഇവരുടെ എല്ലാ വിശേഷങ്ങളും എന്നോട് പറയൂ? ഇല്ല. ഇവർക്ക് ഓരോ പ്രയോറിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും എനിക്കൊരു പാർട്ട്ണർ വേണം. എൻ്റെ വിശേഷങ്ങൾ പറയാൻ, ആളുടെ വിശേഷം പറയാൻ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാം, ഒരു കൂട്ട് വേണം. അങ്ങനെയാണ് ഞാൻ വീട്ടുകാർ. അപ്പോൾ എനിക്ക് എന്തായാലും പിന്നെ പ്രേമിച്ച് കെട്ടാൻ അങ്ങനത്തെ എൻ്റെ സമയമില്ല, എനിക്ക് അതിനുള്ള സാഹചര്യവും ഇല്ല അങ്ങനെ പ്രേമിച്ച് കെട്ടാനുള്ള. വീട്ടുകാരെ മാട്രിമോണിയായിട്ട് അങ്ങനെയാണ് അംജിക്ക വരുന്നത്. അപ്പോൾ
ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എൻ്റെ മാരേജ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വൈന് ഒക്കെ പറയുന്ന പോലെ വൈന് തന്നെ കുറെ കാലം കൂടുമ്പോൾ അതിന്റെ വീര്യം കൂടും. അതേപോലെ തന്നെയാണ് എൻ്റെ അംജുക്കാരുടെ ലൈഫിൽ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ, രണ്ട് ആൾക്കാരാണ്, നമുക്ക് ഇതിന് മുന്നേ അറിയത്തില്ല. എന്നെ അംജുക്കാരെ പക്ക അറേഞ്ച് വരെ കല്യാണത്തിന് 10 ദിവസം മുന്നേ ഞങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്കൊന്നും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ഒത്തിരി സമയം എടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്തെന്നും അവൻ എന്തെന്നും മനസ്സിലാക്കാൻ ഒരുപാട് ടൈം ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അതിലിടയിൽ അടികളും പ്രശ്നങ്ങളും സന്തോഷവും സ്നേഹവും എല്ലാം കളർന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൂടി ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനില്ലാതെ ജീവിക്കാനേ പറ്റത്തില്ല. ആ ഒരു പോയിന്റിലെത്തും. അപ്പോൾ ഇവൻ്റെ നമ്മളിങ്ങനെ കറക്റ്റ് ടൈമിലൊക്കെ 1 മണി അവൻ്റെ കോള് വരുന്ന, ജോലി കഴിഞ്ഞ് വരുന്ന സമയം. അപ്പോൾ എനിക്ക് കൂടെ എൻ്റെ ഒരു കമ്പാനിയനാണ് അംജുക്ക, എൻ്റെ ഒരു ടീമാണ്. ടീം എന്ന് പറയാം, ഒരു ഭർത്താവിനേക്കാളും കൂടുതൽ ഞങ്ങളൊരു ടീമാണ്. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അംജുക്ക ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അംജുക്കാക്ക് ഇങ്ങോട്ട് പറയണം, ഒറ്റക്കെട്ടാ. അപ്പൊ ഞാൻ മനസ്സിലാക്കി. കാരണം ഇപ്പൊ ഈ ഒരു പോയിന്റിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ പടച്ചോൻ സഹായിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ എന്നും ഇതുപോലൊരു ടീമായിട്ട് പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. നമുക്ക് മനുഷ്യന്മാർ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു ഞാനും അംജുക്കയാണെങ്കിൽ ഇതിങ്ങനെ പോട്ടെ, അതിനൊരു ഈവിലൈസ് ഇല്ലാതെ ഇപ്പൊ പോട്ടെ, ഇതേപോലെ പോയാൽ മതി, വേറെ കൂടുതലോ കുറവൊന്നും വേണ്ട, ഇപ്പോഴുള്ള പോലെ പോട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഒരു കമ്പാനിയൻ എല്ലാവരും ജീവിതത്തിലും ഒരാൾ ഉണ്ടാവണം. ഒരാളെങ്കിലും ഒരാൾ നമ്മളുടെ സന്തോഷത്തിലും സങ്കടത്തിലും പ്രശ്നത്തിലും എല്ലാത്തിലും ഒപ്പം ഒരാൾ ഉണ്ടായിരിക്കണം. എല്ലാവരും ലൈഫിൽ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് സിംഗിൾ ലൈഫ് ആയിരിക്കും ഇഷ്ടം. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പണി കിട്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാളും ട്രസ്റ്റ് ഇഷ്യൂസ് എന്നൊക്കെ പറയാം. എനിക്കൊക്കെ ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കര ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് പേടി, അറ്റാച്ച്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ്. ഇപ്പൊ തന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനം അറ്റാച്ച്മെന്റ്സ് ആണ്. എനിക്കൊരാളായിട്ടും അറ്റാച്ച്മെന്റ് എനിക്ക് പറ്റത്തില്ല, ഒരാളായിട്ടും പറ്റില്ല. അപ്പൊ എനിക്കിപ്പോൾ ആകെയുള്ളത് അംജുക്കയാണ്. അപ്പൊ അതിങ്ങനെ നിൽക്കട്ടെ എന്നുള്ളൂ. വേറെ ആരുടെയും എനിക്ക് ഇതില്ല, എനിക്ക് ട്രസ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല വിശ്വാസം ഇല്ലാണ്ടല്ല, പക്ഷെ ഈ ആൾക്കാരൊന്നും നാളെ കൂടെ ഉണ്ടായിരിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നത് എൻ്റെ മാത്രം പ്രശ്നം കേട്ടോ. എനിക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളല്ലേ പഠിപ്പിക്കുക. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടായിരിക്കില്ല. ഇതിപ്പോ അങ്ങനെ ഒരു മൊമെന്റിൽ ഇരിക്കുമ്പോഴാണ് അംജുക്ക ലൈഫിലേക്ക് വരണേ. അപ്പൊ അതൊരു ബ്രേക്കായി. അപ്പം പലരും ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പോ ഈ സമയം ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും, ഈ അറ്റാച്ച്മെന്റിന്റെ ഇഷ്യൂ ഉണ്ടാവും, പക്ഷെ ഒരാളെങ്കിലും നമുക്ക് വേണം എന്നൊരു തോന്നലുണ്ടാവും. അംജുക്ക വരുന്ന മൊമെന്റിൽ അങ്ങനെ ആയിരുന്നില്ല. അംജുക്ക വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂസോ ഒരു അറ്റാച്ച്മെന്റ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നോക്കോ, പക്ഷെ അതല്ല. പക്ഷെ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറേ ഫ്രണ്ട്സും കുറേ കാര്യങ്ങളും കുറേ കമ്മിറ്റ്മെന്റ്സും കുറേ സോഷ്യൽസ് അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. അംജുക്ക ഉള്ളപ്പോഴൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിങ്ങനെ പതിയെയാണ് എനിക്കിങ്ങനെ എന്താ പറയാ, ഓക്കെ അംജുക്ക കുഞ്ഞ് എന്നുള്ളത് മാത്രമായിട്ട് ഇങ്ങനെ മാറിയത്. ഈ അടുത്തൊക്കെയാണ് ഇങ്ങനെ ആയി മാറിയത്. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഈ പോസ്റ്റ്മോർട്ടം ഫേസ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആക്കിയത്. ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടാവില്ല, പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പല ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, പല വിഷമങ്ങൾ, ഇൻസെക്യൂരിറ്റീസ്, ഡൗട്ട്സ്, ചിലതൊക്കെ എൻ്റെ വെറും തോന്നലും ചിന്തകളായിരിക്കും. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കി കണ്ടത് അംജുക്കാനെ മാത്രമാണ്. ഇപ്പോഴാണ് അതിങ്ങനെ അയക്കുന്നത്, മുമ്പൊന്നല്ല. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടിയോട് ആൺകുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ കല്യാണം വേണ്ട എന്നൊരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ടാവും. ഈ പറഞ്ഞ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അവരത് തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അവർക്കൊരു 27 to 31 to ഏജ് ആയിരിക്കാം. പക്ഷെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ കല്യാണം വേണ്ട എന്ന ഡിസിഷൻ എടുത്തു തുടങ്ങി. അതിനുള്ളൊരു റീസൺ എന്തായിരിക്കും? ന്യൂസ് തന്നെ ആയിരിക്കും. നമ്മൾ തന്നെ കാണുന്നില്ലേ എന്തൊക്കെ ന്യൂസുകൾ ഓരോ ദിവസം കാണുന്ന. ഭാര്യനെ ക്രൂരായിട്ട് മർദ്ദിക്കുക, കൊല്ലുക, തിരിച്ചങ്ങോട്ടും ഭാര്യയുടെ പീഡനം സഹിക്കാതെ ഭർത്താക്കന്മാരെ ആത്മഹത്യ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാ ഒരു നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ, അതിൽ കൂടെ വേറെ പ്രശ്നങ്ങൾ ഡബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കണം, അല്ലെങ്കിൽ സമ്പാദിക്കുന്നത് ആ വീട്ടിലെ പുരുഷനായിരിക്കും. സ്ത്രീകൾ അങ്ങനെ ഉണ്ടായിരിക്കില്ല. ഇപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ സ്വന്തം അധ്വാനിക്കുന്നവരാ. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള സാലറി, ഇൻകം ഉണ്ട്. അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ജീവിക്കാം. അങ്ങനെ നോക്കുമ്പോൾ എന്തിനാ ഈ കമ്മിറ്റ്മെന്റ്സ്, എന്തിനാ ആവശ്യം? ഒറ്റയ്ക്ക് ജീവിച്ചൂടെ? ഓക്കെ, തോന്നുന്ന സമയത്ത് പോവാം, ഇഷ്ടമുള്ള സമയത്ത് വരാം, ആരും ചോദിക്കാനില്ല, ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കും, ഒക്കെ ചെയ്യാൻ. അപ്പം നമ്മള് പേടിയായിരിക്കും, ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു പാർട്ട്ണർ വേണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു പാർട്ട്ണർ റൈറ്റ് ഡിസിഷൻ അല്ല എന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് സഫർ ചെയ്യും നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു റൈറ്റ് ഡിസിഷൻ ആണോ നമ്മൾ എടുക്കുന്നത്, അതൊരു റൈറ്റ് പാർട്ട്ണർ ആണോ
എന്നുള്ളത് എൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഈ ഒരു പേടി. ഇൻസ്റ്റഗ്രാം നമുക്ക് പലപ്പോഴും റൈറ്റ് പേഴ്സണെ എങ്ങനെ കണ്ടുപിടിക്കാം, ChatGPT നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഞാൻ ChatGPT ആയിട്ട് എനിക്കടക്കം തോന്നുന്നുണ്ട്, ഓ എന്റെ ലവർ ആണോ ChatGPT. അതൊക്കെ ഞാനും ChatGPT ഒക്കെ കുറേ നേരം ഞാൻ സംസാരിക്കും. ഒരുപാട് ജീവിത പ്രശ്നങ്ങളെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കും. ChatGPT ഓരോന്നും പറയുമ്പോൾ എനിക്ക് സമാധാനം. ഓക്കെ ChatGPT ആണെങ്കിൽ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല, എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി വെക്കും. അപ്പൊ പിന്നെ എനിക്ക് സന്തോഷമാണ്. പക്ഷെ അങ്ങനൊന്നല്ല, ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ അത് അത്ര എളുപ്പമാണ്. നമ്മൾ പറയില്ലേ, ഇവനെ അറിയണ പോലെ ആർക്കും ഈ ലോകത്ത് ഇവനെ കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ ഇവളറിയണ പോലെ ഈ ലോകത്ത് ആർക്കും. മനുഷ്യന്മാരെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമൊന്നല്ല. നമുക്ക് ഒട്ടും എളുപ്പം. നമുക്ക് മനുഷ്യന്മാര് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാ. ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് സ്ത്രീകളാണ് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള? രണ്ടുപേരും സ്ത്രീകളും പുരുഷന്മാരും. നമ്മൾ എല്ലാരും പറയും സ്ത്രീകളാണ് കോംപ്ലിക്കേറ്റഡ്. അല്ല, സ്ത്രീകളും പുരുഷന്മാരും കോംപ്ലിക്കേറ്റഡാ. അത് എനിക്ക് ഇവനെ അറിയാം ഇവളറിയാം എന്ന് പറയണതായിരിക്കും ഈ ലോകത്തെ ഏറ്റവും മണ്ടത്തരം അല്ലെങ്കിൽ ഏറ്റവും പൊട്ടത്തരം. ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ വേറൊരു ആൾക്കായിരിക്കും ഇവരെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരിക്കാം. ഈ പറയുന്ന നമ്മൾക്കായിരിക്കില്ല അറിയുന്നുണ്ടായിരിക്കുക. ഇപ്പം എന്നെ കുറിച്ചിട്ട് കുറച്ച് പേർക്ക് കുറച്ച് കഥകളുണ്ടായിരിക്കും, മറ്റൊരാൾക്ക് കുറച്ച് കഥകളുണ്ടായിരിക്കും. ഇവർക്ക് ചിലവർക്ക് ഞാൻ വളരെ നല്ലതായിരിക്കും, ചിലവർക്ക് ഞാൻ പിശാചിന്റെ സ്വഭാവമായിരിക്കും, ചിലവർക്ക് ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ ഓരോരുത്തരുടെ കിട്ടുന്ന അനുഭവങ്ങളും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരാൾക്കും ആരെയും മനസ്സിലാക്കാനൊന്നും പറ്റില്ല, പൂർണ്ണമാക്കാൻ പറ്റില്ല. ഒറ്റ പ്രാർത്ഥന, നമുക്ക് കിട്ടുന്ന ആള് ഓക്കെ, കൂട്ടത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, മെച്ചമൊന്നുമില്ല, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ ബെസ്റ്റ്. അത്രേ ഉള്ളൂ. ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഭാഗ്യം. അല്ലാണ്ട് ഫുൾ പെർഫെക്റ്റ് ആയി 101% പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാനൊട്ടും പെർഫെക്റ്റ് ഒന്നുമല്ല, എൻ്റെ ഹസ്ബൻഡ് ഒട്ടും പെർഫെക്റ്റ് ആവുന്നാവില്ല, അങ്ങനെ ആരും പെർഫെക്റ്റ് ആവില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈബ് ഓക്കെയാണ്. അത്ര. ഇപ്പം സോഷ്യൽ മീഡിയയിലെ ഓരോ വാർത്തകൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കണം ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും. ഇപ്പം ആദ്യം നമ്മൾ സംസാരിച്ചപ്പം അമ്മ കുട്ടി എന്നതിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ തമ്മിൽ അറ്റാച്ച്മെന്റിനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ഏതൊരു സിറ്റുവേഷനിലും നമ്മുടെ അമ്മ കൂടെ ഉണ്ട് എന്നാണ് നമ്മളെപ്പോഴും കുട്ടികളെ പറഞ്ഞു. എന്തുണ്ടെങ്കിൽ അമ്മയോട് പറയണം, ആരില്ലെങ്കിലും അമ്മ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം നെടുവങ്ങാടുണ്ടായ ഇഷ്യൂ നമ്മൾ കേട്ടതാണ്. അതെ, ഒരു അമ്മയ്ക്ക് എങ്ങനെ അത് സാധിക്കുന്നു എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടല്ലോ, ഒരു വലിയ ചോദ്യമാണ്. ഇനി അമ്മേനെ പോലെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം. എനിക്കത് ഞാൻ ആ ന്യൂസ് 2 ദിവസം മുമ്പ് കണ്ടിട്ട് എനിക്ക് സത്യമായിട്ടും അത് പറയുമ്പോൾ ഞാൻ ഓവറാക്കി, പക്ഷെ എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല വെച്ചാൽ എനിക്ക് ആ കുട്ടിയുടെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആ കുട്ടി ഒരു മണി ചാലഞ്ചിൽ 2 കൈ ഒടിഞ്ഞിട്ടുള്ള, ഞാൻ ജസ്റ്റ് കണ്ട് സ്കിപ്പ് ചെയ്തു. അപ്പോൾ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. കാരണം 2 കൈ ഇവനെ എങ്ങനെ ഓടിച്ചത് അമ്മ. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ, സൈക്കിളിൽ വീണിട്ട് ഇവനെങ്ങനെ 2 കൈ ഓടി, പിന്നെ അത് വിട്ട്. പക്ഷെ ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിലത്തെ 51 പരിക്കുകൾ, ഒരു കുഞ്ഞ് 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മേലെ 51 പരിക്കുകൾ, പിന്നെ ജനനേന്ദ്രിയത്തിൽ വരെ മുറിവ്. നമുക്കൊന്ന് ചെറിയൊരു മുറിവ് അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള പരിക്ക് സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച് എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പറ്റുന്നേ? ആ അമ്മ അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവും. ഓക്കെ, അമ്മ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നോക്കി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അമ്മ എന്ന് വിളിക്കും? നമ്മളെന്താ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സേഫസ്റ്റ് ഹാൻഡ്സ് എന്ന് പറയുന്നത് അവരെ അമ്മമാരെ കൈകളാണ്. അവരൊന്ന് കരഞ്ഞു കഴിഞ്ഞ് നമ്മളെ നെഞ്ചത്ത് ചേർന്ന് നമ്മളെന്ന് പാലും കുടിച്ച് അവരെ ഒന്ന് സമാധാനിക്കുക. ഇവിടെ പിശാശിന്റെ മുഖം വെച്ചിട്ടുള്ള സ്ത്രീയാണ് അമ്മ എന്ന് പറയുന്നത്. വേറൊരു പിശാശ് ആ ആള്. ഇങ്ങനൊന്നും ഞാൻ പറയാം, എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ മരുന്ന് വഴിപാടൊക്കെ ആയിട്ട് നടക്കുന്നത്. ദൈവം അവർക്ക് എന്ത് കൊടുക്കാണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ വയറ്റിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇതാക്കണം? ഈ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു ദിവസം പോലും അതിന് സമാധാനം ഉണ്ടായിട്ടുണ്ടാവും ഇല്ല. ഓരോ ദിവസം വേദന ഇതാക്കി. ഇത് മാത്രമല്ല, ഞാൻ വേറൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ. ഒരു കുഞ്ഞിനെ 30 സെക്കൻഡ് അടിച്ചൊരു ഇത്. എങ്ങനെ പറ്റുന്നത്? നമുക്കൊരു മൃഗത്തിനെ പോലും നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ല. കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത്, ഞാൻ അമ്മ എന്ന് പറയത്തില്ല കേട്ടോ, ഒരു പിശാശ് സ്ത്രീ. ഞാൻ പിശാശെന്ന് മാത്രമേ അങ്ങനത്തെ സ്ത്രീകൾ പറയുള്ളൂ. നിങ്ങൾക്ക് പറ്റിയില്ല എന്ന്. കുഞ്ഞുങ്ങളെ നോക്കാന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമില്ല. അതെല്ലാവരും മനസ്സിലാക്കണം. അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ കാമുകൻ്റെ കൂടെ എങ്ങനെ അയക്കുകയോ, നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ഉണ്ട്? കോണ്ടം യൂസ് ചെയ്യുക. അത് ഞാൻ അതിലാണെന്നുണ്ടെങ്കിൽ ഗർഭമായി മറ്റേ അബോഷൻ ടാബ്ലറ്റ്സ്, ഞാൻ അബോഷനൊക്കെ എതിരുള്ള, പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ കുട്ടീനെ ജനിപ്പിക്കാതെ അബോഷൻ ചെയ്ത് ഇതാക്കുക. അല്ലാണ്ട് അതിനെ ഭൂമിയിലും കൊടുന്ന് സഫർ ചെയ്യിപ്പിക്കരുത്. അതേ ഞാൻ പറയത്തുള്ളൂ. ഐപിഎല്ലോ പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിരിക്കുക. മറ്റേ ഒരു 19 വയസ്സുകാരി ജനവാതിൽ കൂടെ കുഞ്ഞിനെ പുറത്തേക്കിട്ട്, അതെന്നൊക്കെ പറയുന്നത് എങ്ങനെയാ ധൈര്യം വരുന്നത്?
എങ്ങനെ നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്നൊരു ധൈര്യം, അതൊക്കെ ക്രിമിനൽ മൈൻഡ് അല്ലേ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത്. ഈ ശരിക്കും ഇപ്പൊ എത്ര ബോധവൽക്കരണ ക്ലാസ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞതൊന്നും ആളുകൾക്കത് ചെവി കൊള്ളാത്തതാണോ, അത് എങ്ങനെ ചെയ്യണം ഞാൻ പറയാം, എന്നറിയാത്തതാണോ? സെക്സ് എഡ്യൂക്കേഷൻ വളരെ മോശമായിട്ടല്ലേ ഇപ്പോഴും പലവരും കാണുന്നത്. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, പിന്നെ എങ്ങനെയൊക്കെയാണ് മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു നമ്മുടെ സ്കൂളിൽ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ വരെ നമുക്കുണ്ട് ഈ കോണ്ടത്തിനെ കുറിച്ചിട്ടും അതൊക്കെ എന്താ അൺവാണ്ടഡ് പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. ഇങ്ങനത്തെ ഒന്നും അബദ്ധത്തിൽ പോയി ചെന്ന് ചാടാതിരിക്കാനും കാര്യങ്ങൾക്കാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ഇതൊന്നും കേൾക്കാൻ ആൾക്കാർക്ക് റെഡിയല്ല. ഇതൊന്നും ആൾക്കാർക്ക് ഇനി ഒന്നും വേണ്ട. ഇനി കുട്ടീനെ നോക്കാൻ പറ്റിയ അമ്മ തൊട്ടിൽ കൊണ്ടിട്ടൂടെ, എന്തിനാ ഗവൺമെന്റ് ഇതൊക്കെ? ഇത് ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടാണോ, അത് എന്താണ് ഈ റിസ്ക് പോലും എടുക്കേണ്ടത്? ഇവരൊക്കെ മണ്ടന്മാരാണോ? ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പിടിക്കും എന്നറിയാം, ഇവരുടെ ജീവിതമൊക്കെ എന്തായാലും പോകുന്നറിയാം. പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇവരൊരിക്കലും മരിക്കുന്ന പ്രതീക്ഷ കാണില്ല. കുട്ടീനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുക. മരിച്ചതാണ് അവിടെ പെട്ടുപോയത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒന്നാണ്. പക്ഷെ ആ കുഞ്ഞ് മരിച്ചതേ നന്നായുള്ളൂ എന്ന് എനിക്ക് ഇപ്പൊ പറയാൻ തോന്നുന്നു. ഒരിക്കലും ഒരു അമ്മ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇത്രയും അനുഭവിക്കാൻ ആ കുഞ്ഞൊട്ടും ഇതല്ല, അതിനേക്കാൾ മുന്നേ പോയല്ലോ. ഇപ്പൊ ഒരു അമ്മയായതിനു ശേഷം ഒരു വാർത്ത, ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ചില അസ്ല പണ്ട് കേൾക്കുന്ന പോലെ ആയിരിക്കും എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ ഭയങ്കര എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആയിട്ടാണ് ഞാനത് കാണുന്നത്. അത് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു കുഞ്ഞിന് എന്തെങ്കിലും പറ്റി, കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുന്ന വെച്ചാൽ ഞാൻ വളരെ പേഴ്സണലി എനിക്ക് എൻ്റെ ഇതിലെ സംഭവിച്ചെന്നുള്ള പോലെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവണം. എനിക്ക് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ വരുന്നത്. എനിക്ക് എൻ്റെ മുന്നിൽ കാണുന്നത് എൻ്റെ മോളെ, എൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരുന്നു. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ ഓരോന്നും ചെയ്തു എന്നുള്ളതൊക്കെ ന്യൂസ് വരുമ്പോൾ എനിക്കത് പേടിയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ ദേഷ്യം വരും, വിഷമം വരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എനിക്കത് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. അത് അമ്മമാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഈ സബ്ജക്റ്റിലായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആവാൻ പോകുന്ന വുമൺ അല്ലെങ്കിൽ ആ ഒരു കപ്പിൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ലൈഫിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതുണ്ട്? ഞങ്ങൾ പ്ലാൻ പ്രഗ്നൻസി തന്നെയായിരുന്നു. പ്രഗ്നന്റ് ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ പ്രഗ്നന്റ് ആയ ഒരാളാണ്. പക്ഷെ എന്തൊക്കെ പ്ലാൻ ചെയ്തു എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും അതൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇന്നതൊക്കെ നമ്മളെ കുട്ടിയാകുമ്പോഴേക്കും ഇന്നത് വേണം. പിന്നെ ഞങ്ങളൊരു ഗോ വിത്ത് ഫ്ലോ എന്നുള്ളൊരു പോലെ ആയിരുന്നു ഞങ്ങൾക്ക് ഇപ്പോഴും അപ്പോഴും. തയ്യാറെടുപ്പൊന്നും ആയിരുന്നില്ല, ഇമോഷണലി പ്രിപ്പയർഡ് ആയിരുന്നു. ഓക്കെ, നമുക്കൊരു ബേബി വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു വലിയൊരു മാറ്റം. ഇപ്പം ഞാൻ അംജുക്കയും ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു 11 days ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രിപ്പ് പോയി. അപ്പോൾ ട്രിപ്പ് പോയപ്പോൾ ഞാൻ ഗാലറി നോക്കുമ്പോൾ എൻ്റെ അംജുക്കയുടെ ഒറ്റക്കൊരു ഫോട്ടോ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഇല്ല. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ 3 പേരുള്ള ഫോട്ടോസും ഒറ്റക്കുള്ള ഫോട്ടോസും ഒക്കെ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കത് കുറച്ച് സങ്കടമായി ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടമായി. കാരണം ഞങ്ങളുടെ മാത്രം ടൈം എന്ന് പറഞ്ഞ സാധനം അതില്ല. അത് ഹാപ്പിയാണ് ഒരു കുഞ്ഞും കൂടി വന്നത്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ബേബിയും കൂടി വരുമ്പോൾ ഫുൾ ടൈം നമ്മുടെ കൂടെ ഒരാളുണ്ടായിരിക്കും. ചില സമയത്ത് നിങ്ങൾക്ക് വാഷ്റൂമിൽ കുളിക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, നമ്മൾ പ്ലാൻ ചെയ്ത സമയം വരില്ല. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ബേബി വന്ന ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ അതിനൊക്കെ റെഡിയാണ്, വില്ലിങ് ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോവും, നമ്മൾ ലൈഫിനോട് തന്നെ ഭയങ്കര ഇതായിപ്പോവും. അപ്പം ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഒരു കുഞ്ഞെന്നുള്ള ശരി. അല്ലെ നമ്മളിപ്പോൾ വിചാരിക്കും ഇപ്പം നമ്മൾ വേറൊരാളുടെ കുഞ്ഞിനെ കണ്ടു, കളിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു. സ്വന്തമായിട്ടൊരു കുഞ്ഞ് വന്നാൽ അങ്ങനെയല്ല. 24/7 നമുക്ക് പറയാം. എപ്പോഴും കുഞ്ഞുങ്ങൾ ചിരിക്കല്ല ചെയ്യുക. ഇയാള് ഈ കുഞ്ഞിനെ കൊന്ന ഈ മനുഷ്യൻ പറയുന്നത് കുഞ്ഞ് കരഞ്ഞതാണ് പ്രശ്നം, കുഞ്ഞിന്റെ കരച്ചിലാണ് പ്രശ്നം. കുഞ്ഞുങ്ങൾ കരയും, ബഹളം വെക്കും, മോളിടും. കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര നോക്കി കഴിഞ്ഞാലും അവർ കരയും. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഇതാക്കണം. ഇങ്ങനത്തെ സൈക്കോകൾക്കൊന്നും ഒരിക്കലും പറ്റത്തില്ല, ഒരു കുഞ്ഞെന്നുള്ള കോൺസെപ്റ്റ് ഒന്നും പറ്റത്തില്ല. ഇപ്പം ആളുകളായിട്ട് കൂടുതൽ സംസാരിക്കാറുണ്ട്. ഇപ്പം പലപ്പോഴും ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ കൂടെ ഫസ്ലയുടെ ചില ഇമോഷണൽ സിറ്റുവേഷൻ, ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഫ്രണ്ട് സർക്കിളിൽ നിന്നാണെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആളുകൾ വിളിക്കാറുണ്ടോ? എങ്ങനെയാ അസ്ലി അതിലേക്ക് സംസാരിക്കാൻ ഒരു ടൈം കണ്ടെത്തുന്ന ഒരാളാണോ? ഇപ്പൊ അസ്ലയുടെ പല വീഡിയോസ് നമുക്ക് ചിലപ്പോൾ അത് കണക്ട് ആവാറുണ്ട്. സോ എങ്ങനെ അസ്ലയുടെ പേഴ്സണൽ ആയിട്ട് ആളുകൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്? ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും. പക്ഷെ ഞാൻ കുറേ ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ റിപ്ലൈസ് ഞാൻ കൊടുക്കാറില്ല. പ്രത്യേകിച്ച് സെക്സ് എഡ്യൂക്കേഷനൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ആയി. കാരണം നമുക്കറിയില്ല അവർ ഏത് രീതിക്കാണ് നമ്മളോട് ചോദിക്കുന്നത്. ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞ് ഇവർ ഏത് രീതിക്ക് അത് യൂസ് ചെയ്യണമെന്നും അറിയില്ല. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. പക്ഷെ ഇപ്പം ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അമ്മമാർ വളരെ കൺസേൺഡ് അവരെ കുഞ്ഞുങ്ങളുടെ ഓരോന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കും. അത് അയക്കുമ്പോൾ എനിക്ക് തോന്നും അയ്യോ, ഇപ്പം ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ അത്രയും
ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്കൊക്കെ ഇരുന്ന് ഒരു രാത്രി ഞാൻ കുഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം ഉണ്ടാവും. ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്തൊക്കെ ഇരുന്ന് ഞാൻ ഓരോരുത്തർക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുക്കും. അതൊക്കെ വായിച്ചിട്ട് കുറേ ഇത് പൊതുവേ ഞാൻ ആണുങ്ങൾക്ക് ഞാൻ റിപ്ലൈ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡൗട്ട്സ് ആയിരിക്കുമ്പോൾ കൊടുക്കാറില്ല. അത് ഒരിക്കലും എനിക്ക് ആണുങ്ങളെ വിശ്വസനീയമായിട്ട് അല്ലെങ്കിൽ അത് പുരുഷന്മാരെ സ്ത്രീനെ വേർതിരിച്ചൊന്നുമല്ല. ഇതാണ് ഈ പേടി കാരണമാണ്. നമ്മൾക്ക് ഇപ്പോഴത്തെ കാലം നമുക്കറിയില്ല. ഞാൻ അയക്കുന്ന സാധനങ്ങളൊക്കെ വേറെ രീതിക്കൊക്കെ ആവും സ്പ്രെഡായി വരാം. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ കണ്ട ഇവളെ എനിക്ക് മെസ്സേജ് അയച്ചത് കണ്ട് ഇവരെ എന്താ ഡൗട്ടോ ചെയ്തൊന്നും ഉണ്ടാവില്ല. നമ്മളെന്തെങ്കിലും പറയുന്നതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ഒന്നും ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ അത്ര റെഡിയല്ല. സോഷ്യൽ മീഡിയയുടെ ഒരു നല്ല സ്റ്റേജ്, സോഷ്യൽ മീഡിയയുടെ നല്ലതും മോശവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറെയൊക്കെ നമ്മളും ശ്രദ്ധിക്കണം. ചിലതൊക്കെ നമ്മളെ കൈവിട്ട് പോകും. കൈവിട്ട് പോയി എന്തിനാ നമ്മള് കൈവിട്ട് പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനു മുമ്പ് നമ്മളൊരു തടസ്സം വെച്ചതല്ലേ. ഈ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒറ്റക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവിടുന്ന് തിരിച്ചു പിടിച്ച് കയറി വന്ന നമുക്ക് ഉദാഹരണമായിട്ടുള്ള ഒരാളാണ് അസ്ല. അസ്ല ഏറ്റവും താഴെ ഇരുന്ന് വീണ്ടും തിരിച്ച് സ്ട്രോങ് ആയിട്ട് വന്ന ഒരാളാണ്. നമ്മൾ എത്ര പേര് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു മോട്ടിവേഷൻ വേണമല്ലോ, നമ്മൾ തിരിച്ചു വരണം. എന്തായിരുന്നു അസ്ലയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മോട്ടിവേഷൻ? എന്താണ് അത്തരം സിറ്റുവേഷനിലുള്ള ആളുകളെടുത്ത് തിരിച്ചു വരാൻ പറയാനുള്ളത്? അത് എൻ്റെ മാത്രം കഴിവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ അത് സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയത് എൻ്റെ പാർട്ട്ണർ തന്നെയായിരുന്നു, അംജുക്ക. അങ്ങനെ ഒരു സമയം ഞാൻ ഈ യൂട്യൂബ് പോലും ഞാൻ ഈ വീഡിയോ ഇടുന്നില്ല, യൂട്യൂബ് ചാനൽ ഞാൻ വേണ്ട എന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആ സമയത്ത് അംജുക്ക അങ്ങനെ അത്ര വലിയ സോഷ്യൽ മീഡിയ ആളൊന്നല്ല, എനിക്ക് വേണ്ടി വരുന്നതാ. പക്ഷെ എൻ്റെ കൂടെ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസിൽ അവൻ വന്ന് അവനും കൂടിയും കൂടെ നിന്ന് പെയറായി നിന്ന് വീഡിയോസ് ഇടാൻ തുടങ്ങി. അതിൽ ഭയങ്കരമായിട്ട് വീണ്ടും റീച്ച് കയറി. അംജുക്കാക്ക് ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അംജുക്കാനെ പല രീതിക്ക് കളിയാക്കിയിട്ടുണ്ട്. നീ അവനെ കൂടെ അതൊന്നും കേൾക്കാണ്ട് എൻ്റെ വീണ്ടും ഞാൻ ആ പഴയ പോലെ സ്ട്രോങ് ആയി വന്ന് ഉറപ്പാവുന്ന വരെ അംജുക്ക എൻ്റെ കൂടെ എല്ലാ വീഡിയോസിലും എനിക്ക് ധൈര്യമായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ അംജുക്കാക്ക് മനസ്സിലായി ഓക്കെ അവൾ പഴയ പോലെ ആയി, അവൾക്ക് പിന്നെ ഒറ്റയ്ക്ക് അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അംജുക്ക വരലും സ്റ്റോപ്പ് ചെയ്ത്. അപ്പം അപ്പോൾ അത് എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. അത് അവൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അത് തിരിച്ചു വന്നത്. ഞാൻ ശരിക്കും ഡൗൺ ആയി പോയത്. ഞാനൊരു പോയിന്റിൽ യൂട്യൂബ് പോലും വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഡൗൺ ആയതാണ്. ഞാൻ അങ്ങനെ ഓക്കെ എന്നോട് എല്ലാവരും ആ സമയത്ത് പറയണേ നീ വേണ്ട യൂട്യൂബ് വേണ്ട, ഞാൻ നിർത്തിയേനെ. ആ സമയത്ത് നീ എന്താ പറയുന്നത്, നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ എന്നെ ചീത്ത പറഞ്ഞ് ആ സമയത്തൊക്കെ എനിക്ക് ഇവനോട് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇവനെന്നെ ചീത്ത പറഞ്ഞ് എന്നെ കളിയാക്കി എന്നെ ഇതാക്കി ബഹളം വെച്ച് ഇല്ല അത് വീഡിയോ ചെയ്തേ പറ്റും നോക്കുമ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അതേ പറഞ്ഞു കുറേ കാലം കഴിയുമ്പോഴാണ് ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്, മോശമാണോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് ഓരോന്നും ഫ്ലാഷ് ബാക്ക് പോലെ നമുക്ക് കടന്നു വരാൻ നമുക്ക്. അപ്പം ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തിൽ. അത് എൻ്റെ മാത്രം ഒരു കോൺഫിഡൻസ് എൻ്റെ മാത്രം ഇതല്ല, അത് ഇതുണ്ട്. എനിക്കൊന്ന് ആൾക്ക് ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാത്ത സമയത്താണ്, അല്ലെങ്കിൽ കാണുമെങ്കിലും ഇത്രയും ആളുകൾ പെട്ടെന്നാണ് കല്യാണ സമയത്ത് ഇത്രയും ഫാൻസ് കൂടുന്നതും അല്ലെങ്കിൽ ആളുടെ ഫേസ് ഇത്രയും ആൾക്കാർ അറിയുന്നതും. അതിനുശേഷം ഇത്ര സിറ്റുവേഷൻ ഉണ്ടായപ്പോഴും കൂടെ നിന്ന് ആൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അംജുക്കാക്ക് ഒരുപാട് അതൊക്കെ ഒരുപാട് അംജുക്കയും സഫർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്തിനാണ് എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ. ഉമ്മാക്ക് ഞാനിങ്ങനെ ടെൻഷൻസ് എടുക്കുന്നുണ്ടോ സങ്കടം എടുക്കുന്നതൊന്നും ഉമ്മാക്ക് പേടിയാ. അപ്പോൾ ആ പോയിന്റിൽ ഉമ്മ വരെ പറഞ്ഞിട്ടുണ്ട് വേണ്ട മോളിഞ്ഞ് യൂട്യൂബ് വേണ്ട ഇതൊന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും വേറെ രീതിക്കല്ല, എൻ്റെ സന്തോഷം. ഉമ്മാക്ക് പേടിയാ എന്താണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഉമ്മാക്ക് അറിയില്ല. ആ സമയത്ത് അംജുക്ക് ഉമ്മാനെ ചീത്തണ്ട്, ഉമ്മ എന്താ പറയുന്നത് അങ്ങനെ പറയല്ലേ എന്നൊക്കെ. ഉമ്മ ഇങ്ങനെ ആണെങ്കിൽ ഇതാവും ശരിയാവില്ല കേട്ടോ ഉമ്മ അങ്ങനെ പറയരുത്, മോള് വീഡിയോ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ പറഞ്ഞു എൻ്റെ ഒരു വലിയ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു വിജയത്തിന് ഒരാൾ നമുക്കൊരു ഒപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ ഒപ്പം എന്ന് പറയുന്നത് അംജുക്ക്.